ചില ആൾക്കാർ ലോട്ടറി എടുക്കുന്ന കണ്ടിട്ടുണ്ടോ? അവർ പോയി നിന്ന് 1 മണിക്കൂർ കൊണ്ട് ഇങ്ങനെ നോക്കി നമ്പർ നോക്കിയിട്ട് അടിക്കും എന്നുള്ള ധാരണ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ഉള്ളവരോട് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അടിച്ചിട്ടുണ്ടോ? ഇല്ല. എത്ര വർഷം എടുക്കുന്നു? വർഷങ്ങളായിട്ട് എടുക്കുന്നു, ഇന്നുവരെ അടിച്ചിട്ടില്ല. ഇവർ ഈ വന്ന് നിന്ന് ഈ തിരഞ്ഞെടുക്കുന്നത് മാത്രം മിച്ചം. ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, ഏത് നമ്പറിൽ 4 അക്ക നമ്പർ അവസാനത്തെ പറഞ്ഞു തരുമോ? ലോട്ടറി എടുക്കുമ്പോൾ അടിക്കുന്ന നമ്പറുകൾ ജ്യോതിഷികൾക്ക് അറിയാമല്ലോ, അതൊന്ന് പറഞ്ഞു തരുമോ? ഈ മണ്ടന്മാരോട് ഞാൻ പറയും, എങ്കിൽ പിന്നെ ഞാൻ നിനക്ക് പറഞ്ഞു തരൂ. ഞാൻ പോയി എടുക്കൂലേ? അപ്പോൾ ഒന്നുമില്ല, ഒരു 10,000 രൂപ അടിക്കുന്ന നമ്പർ എനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ അത് പോയിട്ട് ഞാൻ ഒരു 10 എടുത്താൽ പോയിട്ട് 1,00,000 രൂപ എനിക്ക് കിട്ടൂലേ? അപ്പോൾ അതങ്ങനെ ആരും പറഞ്ഞു കൊടുക്കില്ല. അങ്ങനെ ഒരു നമ്പരൊന്നും ഇല്ല. കാരണം ഭാഗ്യം നമ്മളെ തേടി വരികയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു ലോട്ടറി കടയിൽ പോയിട്ട് ഒരു ലോട്ടറി എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ലോട്ടറി വിൽപ്പനക്കാരൻ നമ്മുടെ മുന്നിൽ വന്നാൽ നമ്മൾ എങ്ങനെയാണ് ലോട്ടറി എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, എടുക്കുന്നവരോട് ഞാൻ പറയുന്നത്, വരുമ്പോൾ ഏറ്റവും മുകളിലിരിക്കുന്ന ടിക്കറ്റ് നിങ്ങൾ എടുക്കുക. കാര്യം ഭാഗ്യം ആണെങ്കിൽ അത് നമ്മളെ തേടിയാണ് വരിക, അതിൻ്റെ ഇടയ്ക്കൊന്നും കയറിയിരിക്കത്തില്ല. നമുക്ക് അത് അടിക്കാൻ ഉള്ള യോഗം ഉണ്ടെങ്കിൽ ഏറ്റവും മുകളിലിരിക്കുന്നതായിരിക്കും, അതിനൊരു സംശയവും വേണ്ട. നമ്മൾ പോയി നിന്ന് ഈ 4 അക്കം നോക്കി പലരുടെയും ആയിരിക്കുന്നത് കേട്ടിട്ട് വന്ന് നമ്മളിങ്ങനെ ടിക്കറ്റ് എടുത്താൽ അതൊന്നും അടിക്കില്ല. ഈ നമ്പർ നോക്കി എടുക്കുന്നവരടുത്ത് ചോദിച്ചു നോക്കൂ, അവർക്കൊന്നും അടിക്കില്ല. ചിലപ്പോൾ ടിക്കറ്റിൻ്റെ പൈസ അടിക്കും, അതല്ലെങ്കിലും അടിക്കും. നിങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെ മുന്നിൽ, നിങ്ങളുടെ കൺമുന്നിലാണത് വരുന്നത്. ഇപ്പോൾ ഒരു കെട്ട് ടിക്കറ്റ് കൊണ്ടുവന്നാൽ അതിൽ നിങ്ങൾക്ക് യോഗമുണ്ടെങ്കിൽ അടിക്കുന്നത് ഏറ്റവും മുകളിലിരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ പറയുകയല്ല, എന്നാലും പറയുന്നു, താല്പര്യമുള്ളവർ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ഏറ്റവും മുകളിലിരിക്കുന്ന ടിക്കറ്റായിരിക്കും നിങ്ങളുടെ ഭാഗ്യം.